ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. ഉദ്ഘാടനത്തിനൊരുങ്ങി പുറത്തൂർ നായർത്തോട് പാലം. ഗതാഗത ടൂറിസം മേഖലയിൽ നേട്ടത്തിന് വഴി തുറക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. അടുത്ത മാസം 1-ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം നാടിന് സമർപ്പിക്കും. ഒരു നാടിന്റെ യാത്രാ ദുരിതത്തിന് കൂടിയാണ് ഇതോടെ പരിഹാരമാകുന്നത്. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കെ ടി ജലീൽ MLA അധ്യക്ഷത വഹിക്കും. പുറത്തൂർ പഞ്ചായത്തിൽ കാവിലക്കാടിനെയും പടിഞ്ഞാറക്കരയെയും ബന്ധിപ്പിക്കുന്ന നായർത്തോട് പാലം മാർച്ച് 1-ന് വൈകിട്ട് 4-ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. കിഫ്ബി പദ്ധതി പ്രകാരം 46.89 കോടി രൂപയ്ക്കാണ് ഊരാളുങ്കലിന് കരാർ നൽകിയത്. 433 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച പാലത്തിന് 20 മീറ്ററിന്റെ 8 സ്പാനുകളും 36.20 മീറ്ററിൽ 6 സ്പാനുകളും ഒടുവിലായി 38 മീറ്ററിന്റെ ഒരു ബോസ്റ്റിംഗ് ആർച്ച് സ്പാനുമാണുള്ളത്. ദേശീയ ജലപാതയ്ക്ക് കുറുകെയായതിനാൽ ഇൻലാൻഡ് വാട്ടർ വേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടുവിലുള്ള സ്പാനിന് 55 മീറ്റർ നീളവും 6 മീറ്റർ ഉയരവും നൽകി. പാലത്തിന്റെ ഇരുവശത്തേക്കുമായി ആകെ 470 മീറ്റർ അപ്രോച്ച് റോഡുമുണ്ട്. ആകെ 11 മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത്. ഇതിൽ 7 മീറ്റർ വീതിയിൽ ടാറിങ്ങും ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ കൈവരിയോട് കൂടിയ നടപ്പാതയും ഉൾപ്പെടും. തിരുപ്പൊന്നാനി ഭാരതപ്പുഴയോട് ചേർന്ന് അറബിക്കടലിനോട് സംഗമിക്കുന്ന പടിഞ്ഞാറക്കര അഴിമുഖത്തെ കാഴ്ച കാണാൻ പുതിയ പാലം എളുപ്പ വഴിയൊരുക്കും. ഞായറാഴ്ച വൈകിട്ട് 4-ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം നാടിന് സമർപ്പിക്കും. കെ ടി ജലീൽ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിക്കും.